വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരികയാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് ഇനി ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാൻ പോവാണ്. ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കുക മാത്രമല്ല വലിയ പദ്ധതികൾ തുടങ്ങാൻ പോവാണ്. ഇത് സംബന്ധിക്കുന്ന വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിൽ 180 ഏക്കർ സ്ഥലം ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലിന്റെ നിർമ്മാണത്തിനായിട്ട് വിട്ടുകൊടുക്കാൻ തീരുമാനമായിരിക്കുകയാണ്. ഇവിടെ ഒരു തുറന്ന ജയിലുണ്ട്. 400 ഏക്കറിലധികം സ്ഥലമുള്ള ഒരു തുറന്ന ജയിലാണ്. അതിലെ 180 ഏക്കർ സ്ഥലമാണ് ഈ നെട്ടുകാൽ തേരി എന്ന് പറയുന്നത്. കാട്ടാക്കട കഴിഞ്ഞ് കുറച്ചധികം വീണ്ടും ഉള്ളിലേക്ക് പോകേണ്ട ഒരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ ഈ കള്ളിക്കാട് എന്നൊക്കെ പറയുന്നത് നെയ്യാർ ഡാം അതിനോടൊക്കെ അനുബന്ധമായിട്ട് വരുന്ന ഒരു പ്രദേശമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെയാണ് ബ്രഹ്മോസിന് വേണ്ടിയിട്ട് ഒരു വലിയ ഫെസിലിറ്റി ഒരുങ്ങാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. 180 ഏക്കർ സ്ഥലം ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണത്തിനായിട്ട് DRDOയ്ക്ക് നൽകാൻ ധാരണയായിരിക്കുന്നു. ഇതിന്റെ അനുമതി, കാരണം ഇത് ജയിലുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് സുപ്രീം കോടതിയുടെ അനുമതി ആവശ്യമായിരുന്നു. സുപ്രീം കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്. മിസൈലും അതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ ഹാർഡ്വെയറും ഇവിടെ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു പുറമെ SSBയുടെ ഒരു ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടി ഇവിടെ ഉണ്ടാവും. അതിനു പുറമെ നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം കൂടി ഇവിടെ വരുന്നുണ്ട്. അതിന് 32 ഏക്കർ എങ്ങാണ്ട് സ്ഥലം മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SSB ബറ്റാലിയന് വേണ്ടിയിട്ട് 40-45 ഏക്കറോളം സ്ഥലം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു പദ്ധതി ബ്രഹ്മോസിന്റെ നിർമ്മാണത്തോടൊപ്പം തന്നെ SSB ബറ്റാലിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, നാഷണൽ ഫോറൻസിക് ലബോറട്ടറിയുടെ ഒരു വലിയ ഒരു ഫെസിലിറ്റി, ഇതെല്ലാം വരുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സോ കേരളത്തിനൊട്ടാകെയും വിശേഷിച്ച് തിരുവനന്തപുരത്തിനും വളരെയധികം വലിയ ഡെവലപ്മെന്റ് പോസിബിലിറ്റീസ് കൊണ്ടുവരുന്ന പദ്ധതികളാണ്. പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കുന്ന യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം അത്രത്തോളമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും